بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، قال الإمام شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب الدعاء إلى شهادة أنه لا إله إلا الله. നാലാമത്തെ ബാബ്, കിതാബ് തൗഹീദിലെ നാലാമത്തെ ബാബ്. ആദ്യത്തെ മൂന്ന് ബാബുകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ ബാബുകളാണ് നമ്മൾ പഠിച്ചത്? ബാബു ഫദ്ലി തൗഹീദ്, പിന്നെ ബാബു മൻ തഹഖഖ അത്തൗഹീദ്, മൂന്നാമത്തത് ബാബു അൽ ഖൗഫി മിനശ് ശിർക്ക്, നാലാമത്തത് ബാബു ദുആ ഇലാ ഷഹാദത്തി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. الدعاء إلى شهادة أنه لا إله إلا الله. ഈ ബാബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദഅവ ഇലാ അത്തൗഹീദ്. അദ്ദഅവ ഇലാ തൗഹീദ്, തൗഹീദിലേക്കുള്ള ദഅവത്താണ് ഈ ബാബ് കൊണ്ട് മുഅല്ലിഫ് ഉദ്ദേശിക്കുന്നത്. വറാദ ബിഹാദൽ ബാബ് അന്നൽ ഇൻസാൻ ഇദാ വഫഖഹു അല്ലാഹു വഅൻഅമ അലൈഹി ലിമഅരിഫത്തി തൗഹീദ് വഅറഫ ഫദ്ല തൗഹീദ് ثم خاف من الشرك أنه يجب أو أنه يحب الخير لغيره كما يحبه لنفسه ويكره الشر لغيره كما يكرهه لنفسه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് തൗഫീഖ് നൽകി, തൗഹീദ് മനസ്സിലാക്കാൻ അല്ലാഹു തആല അനുഗ്രഹം നൽകി. അപ്പോൾ തൗഹീദിന്റെ ഫദ്ൽ എന്താണെന്ന് അവൻ മനസ്സിലാക്കി, അതിനെ തിരിച്ചറിഞ്ഞു. ഷിർക്കിനെ തൊട്ടവൻ സ്വന്തം നഫ്സിനെ ഭയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തം നഫ്സിന് ആ ഖൈർ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവർക്കും ആ ഖൈറിനെ അവൻ ഇഷ്ടപ്പെടണം. ഷർറിനെ എങ്ങനെയാണോ അവൻ വെറുക്കുന്നത്, അതുപോലെ മറ്റുള്ളവർക്കും അവൻ ഷർറിനെ വെറുക്കേണ്ടതാണ്. കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നതല്ല സ്വന്തം നഫ്സിനെ അവൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരേക്കും. അപ്പോൾ തൗഹീദ് മനസ്സിലാക്കി, അതിന്റെ ഫദ്ൽ എന്താണെന്ന് മനസ്സിലാക്കി, ഷിർക്കിൽ നിന്ന് അവൻ ഭയപ്പെട്ടു. പിന്നെ അടുത്തത് അവന്റെ മേലുള്ള നിർബന്ധമായ വാജിബായ കാര്യമാണ് തന്റെ നഫ്സിനെ എങ്ങനെയാണോ അവൻ ഈ തൗഹീദിനെ ഇഷ്ടപ്പെടുന്നത് അതുപോലെ മറ്റുള്ളവർക്കും അതിനെ ഇഷ്ടപ്പെടുക. അതിൽപ്പെട്ടതാണ് ആ തൗഹീദിലേക്കുള്ള ദഅവത്ത്. അദ്ദഅവതു ഇലാ തൗഹീദില്ലാ. فلما ذكر باب فضل التوحيد ثم باب تحقيق التوحيد ثم باب الخوف من الشرك, ഈ മൂന്ന് ബാബുകളും ശൈഖ് റഹിമഹുല്ലാ പരാമർശിച്ചതിന് ശേഷം അദ്ദേഹം ദഅവത്തിന്റെ ബാബിലേക്കാണ് കടന്നിട്ടുള്ളത്. ബയ്യന ഫി ഹാദൽ ബാബ് അന്നഹു യൻബഗി അലൽ ഇൻസാൻ ഇദാ കമ്മല നഫ്സഹു അൻ യുകമ്മില ഗൈറഹു വഅല്ലാ യുഫർറിത ഫി ദഅവത്തി الناس ഇലൽ ഖൈർ. സ്വന്തം നഫ്സിന്റെ മേലെ തൗഹീദിനെ അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിലും ആ തൗഹീദിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവന്റെ മേലെ വാജിബായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ ഈ ഖൈറിലേക്ക്, തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ തഫ്രീത്ത് കാണിക്കാൻ പാടില്ല, അതിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് പാടില്ല. ഫഹാദ മിൻ കമാലി തൗഹീദ്. അപ്പോൾ അത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തൗഹീദിലേക്ക് മറ്റുള്ളവരെ ദഅവത്ത് ചെയ്യുക എന്നത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഫഹാദ മിൻ കമാലി തൗഹീദ് അന്നക തുഹിബ്ബു ലിഗൈരിക മാ തുഹിബ്ബു ലിനഫ്സിക. നീ നിന്റെ നഫ്സിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് ഖൈറായിട്ടുള്ളത് അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക എന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അമ്മൽ ഇൻസാൻ يحب الذي يحب أن يعرف الحق وحده ولا يحب أن يعرف الناس الحق ولا يحب أن يعرف الناس الحق
ويحب أن يبتعد عن الشر وحده وإذا رأى الناس لا يبالي وربما يفرح أن الناس يتهالكون وهو يهدى وحده وهذا ليس من كمال الإيمان. നേരെ മറിച്ച് ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിന് മാത്രം ഖൈർ ഇഷ്ടപ്പെടുകയും എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അതിനിഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക, സ്വന്തം നഫ്സിനെ ഷർറിൽ നിന്ന് വിദൂരത്താക്കുക, എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവര് ഷർറിലും മറ്റ് ഫിത്നകളിലും തിന്മകളിലുമൊക്കെ വീണു പോകുമ്പോൾ അങ്ങനെ അവർ സ്വയം നശിക്കുന്നതിനെ ഒരുവൻ സന്തോഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതല്ല. ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതല്ല. എന്താണ് ദലീൽ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരുവനും മുഅ്മിനായി തീരുന്നതല്ല. അവിടെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഈമാനുൽ കാമിൽ, പൂർണ്ണമായ ഈമാൻ. ഒരിക്കലും അവന്റെ ഈമാൻ പൂർണ്ണമാകുന്നതല്ല, നിങ്ങൾ ഒരുവന്റെ ഈമാൻ പൂർണ്ണമാകുന്നതല്ല ഇതുവരേക്കും സ്വന്തം നഫ്സിന് അവനിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ സ്വന്തത്തിന് തൗഹീദിനെ എങ്ങനെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ മറ്റുള്ളവർക്കും തൗഹീദിനെ അവൻ ഇഷ്ടപ്പെടേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് അദ്ദഅവതു ഇല തൗഹീദ്, തൗഹീദിലേക്കുള്ള ദഅവ. ഫമാ മിൻ നബിയ്യിൻ ഇല്ലാ വദഅ ഇല തൗഹീദ്. ഏതൊരു നബി ആകട്ടെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് നബിയാണെങ്കിലും ശരി അവരെന്ത് ചെയ്തിട്ടില്ല? തൗഹീദിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യാതിരുന്നിട്ടില്ല. ഖാല അദ്ദുആഉ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ദഅവത്തുൻ നാസ് ഇലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ദഅവത്ത് ചെയ്യുക. അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. وقال رحمه الله وقول الله تعالى قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. قل هذه سبيلي أي قل هذه طريقتي. سبيل എന്ന് പറഞ്ഞാൽ അർത്ഥം طريق എന്നാണ്. قل هذه سبيلي أي طريقتي. أدعو إلى الله على بصيرة. أدعو إلى الله على بصيرة. البصيرة ما معنى البصيرة؟ എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞ അർത്ഥം? البصيرة هي العلم. هي العلم. علم എന്നാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. أدعو إلى الله, നീ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി കൽപ്പിച്ചു. ഖുൽ, നീ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ സബീൽ, ഇതാണ് എൻ്റെ ത്വരീഖത്ത്. അദൂ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിക്കുന്നു, ഞാൻ അല്ലാഹുവിലേക്കാണ് വിളിക്കുന്നത്. അദൂ ഇലല്ലാഹ് ലാ ഇലാഹ ഗൈരി, അല്ലാഹുവിലേക്ക് അല്ലാതെ മറ്റെന്തെങ്കിലേക്കും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്യുന്നത്. അലാ ബസീറത്തിൻ, ആ ദഅവത്ത് എങ്ങനെയാണ്? ബസീറത്തിന്റെ മേലെ സ്ഥാപിക്കപ്പെട്ടതാണ്. ബസീറ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഇപ്പൊ ശർഈയായ ഇൽമിന്റെ മേലെ സ്ഥാപിക്കപ്പെട്ടതാണ്. അന വമൻ ഇത്തബഅനി, ഞാനും ആരെ എന്നെ പിൻപറ്റിയവരും, ഞാനും എന്നെ പിൻപറ്റിയവരും. അന വമൻ ഇത്തബഅനി وسبحان الله وما أنا من المشركين. طيب قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني أدعو إلى الله على بصيرة أنا ومن اتبعني. ഇവിടെ രണ്ട് മസലകളുണ്ട്. ഒന്ന്, ഖീല അലാ ബസീറത്തിൻ, ബസീറത്തോടുകൂടി അല്ലെങ്കിൽ ബസീറത്തിന്റെ മേലെ, അതേതിലേക്കാണ് മടങ്ങുന്നത്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഞാൻ ബസീറത്തോടുകൂടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അതല്ല അന വമൻ ഇത്തബഅനി അലാ ബസീറ,
ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിലാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഞാൻ ബസീറത്തിന്റെ മേലായിക്കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു. അതല്ലെങ്കിൽ അന വമൻ ഇത്തബഅനി അലാ ബസീറ, ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിന്റെ മേലാണ്. ഇതിലേതാണ് സവാബായിട്ടുള്ളത്? ഖാല ശൈഖുൽ ഇസ്ലാം വദക്കറ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഖാഇദ. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇവിടെ ഒരു ഖാഇദ പറയുന്നുണ്ട്. കലിമാത്തുല്ലാഹ് ജവാമിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകൾ ജവാമിഅണ്. കലിമാത്തുല്ലാഹ് ജവാമിഅ. അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്ന ഖായിദയാണ്, അല്ലാഹു തആലയുടെ കലിമാത്തുകൾ ജവാമിഅണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തജ്മഉ മആനി കസീറ, അല്ലാഹു തആലയുടെ കലിമാത്തുകൾ ഒരുപാട് അർത്ഥങ്ങൾ ജംഅ ചെയ്തിട്ടുള്ളതാണ്. അല്ലാഹു തആലയുടെ കലിമാത്തുകൾ, വാക്കുകൾ ഒരുപാട് അർത്ഥങ്ങളെ യോജിപ്പിച്ചിട്ടുള്ള, ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ് അല്ലാഹു തആലയുടെ കലിമാത്തുകൾ. അപ്പൊ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഖീല അന വമൻ ഇത്തബഅനി റാജിഉൻ ഇലാ അൽ ബസീറ, എന്നുവെച്ചാൽ അന വമൻ ഇത്തബഅനി അലാ ബസീറ, ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിലാണ്, ബസീറത്തിന് മേലാണ്. വഖീല അന വമൻ ഇത്തബഅനി അലാ ബസീറ അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. രണ്ടാമത്തത് അദ്ഉ ഇലല്ലാഹി അലൽ ബസീറ. അപ്പൊ ഇതിലേതാണ് ഏറ്റവും സവാബായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതാണ്? കിലാഹുമ സഹീഹ്, രണ്ടും സഹീഹാണ്. അതാണ് ഈ ഖാഇദ. വഹാദിൽ ഖാഇദ കലിമാത്തുല്ലാഹ് ജവാമിഅ, അല്ലാഹു തആലയുടെ കലിമാത്തുകൾ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കലിമത്തുകളാണ്. അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള പല വാക്കുകളും അതിനൊരർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമാത്തുകൾ. അപ്പം അതുകൊണ്ട് ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, അതേപോലെ അന വമൻ ഇത്തബഅനി അലാ ബസീറ, രണ്ടും സഹീഹാണ്, രണ്ടും സഹീഹാണ്. ഇപ്പൊ ചില ഖിലാഫായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം ഒരേപോലെ തന്നെ സഹീഹാകും, ഒരേപോലെ തന്നെ ശരിയായിത്തീരും. ഉദാഹരണത്തിന് ഖാല അല്ലാഹു അസ്സ വജൽ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ ഹബിലിനെ മുറുകെ പിടിക്കുക. എന്താണ് ഹബിൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബിൽ എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, വഖീല അൽ ഇസ്ലാം, വഖീല അസ്സുന്ന. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? കുല്ലുഹും സവാബ്, എല്ലാം ശരിയാണ്. കുല്ലുഹാ ഹബലുല്ലാഹ്, എല്ലാം അല്ലാഹുവിന്റെ ഹബലാണ്. ഖീല അൽ ഖുർആൻ വഖീല അസ്സുന്ന വഖീല അൽ ഇസ്ലാം വഖീല അസ്സവാബ് കുല്ലുഹാ ഹബലുല്ലാഹ്. ഇതിനാണ് കലിമാത്തുല്ലാഹി ജവാമിഅ, അല്ലാഹു തആലയുടെ വാക്കുകൾ, കലിമാത്തുകൾ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ ഹബൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്നർത്ഥമുണ്ട്, അവിടെ സുന്നത്ത് എന്നർത്ഥമുണ്ട്, അതേപോലെ ഇസ്ലാം എന്നർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഖിലാഫി ആയിട്ടുള്ള ചില അഭിപ്രായങ്ങളിൽ എല്ലാം സവാബായി തീരുന്നതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകളുടെ ഈ പ്രത്യേകത. ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള കലിമാത്തുകളെല്ലാം ജവാമി ആണ് എന്ന ഖായിദ. أي تجمع معاني كثيرة. وذكرها شيخ الإسلام في كتابه اقتضاء الصراط المستقيم. قال
അന വമനിത്തബഅനി, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും എന്തിലേക്കാണ് വിളിക്കുന്നത്? അയ്നദഉ ഇലല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അല്ലാഹുവിലേക്കാണ് ഞങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി അലാ ബസീറത്തിൻ, ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിലാണ്, അത് ഇൽമോടുകൂടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അന വമനിത്തബഅനി നദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ബസീറത്തോടുകൂടി ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവരാണ്. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ അത്യുന്നതനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. ഈ ആയത്തിൽ നിന്നുള്ള ഫായിദ എന്താണ്? ഒന്നാമത്തെ ഫായിദ, അന്ന ദാഇ ഇലല്ലാഹ് ലാ ബുദ്ദ ലഹു അൻ യതബസ്സർ അവ്വലൻ ഖബ്ല അൻ യദ്ഉ അന്നാസ് ഇലല്ലാഹ്. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവന് ബസീറത്ത് അഥവാ ഇൽമുണ്ടായിരിക്കണം, ശർഈ ആയിട്ടുള്ള ഇൽമ് അവനുണ്ടായിരിക്കണം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. ഫഫീഹി റദ്ദുൻ അലാ മൻ, ഈ ആയത്ത് ആർക്കുള്ള റദ്ദാണ്? ഏത് വിഭാഗത്തിനെതിരെ റദ്ദാണ്? അലാ ജമാഅത്തി തബ്ലീഗ്. ഫഫീഹി റദ്ദുൻ അലാ ജമാഅത്തി തബ്ലീഗ് അല്ലദീന യഅതൂൻ യഖൂലൂൻ ഉഖ്റുജ് മഅനാ. ചില ആളുകൾ ഇരിക്കുന്ന സമയത്ത് അവർ വന്ന് പറയും, നമുക്ക് പുറപ്പെടാം. എങ്ങോട്ട് പുറപ്പെടണം? ദഅവ. പറയാറ് ഒരു ഫാത്തിഹ പോലും ഹിഫ്ള് ചെയ്തിട്ടില്ല. അവർ പറയുന്ന ഉഖ്റുജ് കുല്ലന്നാസ്, എല്ലാവരും എല്ലാ ജനങ്ങളും പുറപ്പെടുക. സബ്ബിഹു വസ്തഗ്ഫിറു, അല്ലാഹു തസ്ബീഹ് ചെയ്യുക, ഇസ്തിഗ്ഫാർ തേടുക. ഇൽമില്ലാതെ ജനങ്ങളെ ദഅവത്തിൽ എന്താണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ് ആ വിഭാഗം, ജമാഅത്ത് തബ്ലീഗ്. ഈ ആയത്ത് ആ വിഭാഗത്തിനുള്ള മറുപടിയാണ്. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, അദ്ഉ ഇലല്ലാഹി അലൽ ഇൽം, ഇൽമു ശർഈ, ശർഈ ആയിട്ടുള്ള ഇൽമിന്റെ മേൽ, ഇൽമോട് കൂടിയാണ് അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യേണ്ടത്. വഹാദാ മിൻ ഉസൂലി ദഅവ, ദഅവത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണത്. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, ബസീറത്തോടു കൂടിയാണ് ദഅവത്ത് ചെയ്യേണ്ടത് എന്നത്, ഇൽമോട് കൂടി. ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൽമ് എന്നാണ് അർത്ഥം. ഫഅൽ ബസീറ തദമ്മനത് ഹാദിഹി ദഅവ, ഈ ദഅവത്തിന്റെ കാര്യത്തിലുള്ള ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഉദ്ദേശം. ആ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേർന്നതാണ്? അൽ ഇഖ്ലാസ് വൽ ഇൽം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഖ്ലാസും കൂടി ചേർന്നതാണ്. അൽ ഇഖ്ലാസു വൽ ഇൽം. നേരെ മറിച്ച് ശർഈ ആയിട്ടുള്ള ഇൽമ് മാത്രം ഉണ്ടായാൽ പോരാ, അവന് ഇഖ്ലാസ് കൂടി ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ അവന് ഇൽമുണ്ട്, പക്ഷെ അവന് ഇഖ്ലാസ് ഇല്ല. കാരണം അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ അവന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ വജ്ഹ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അജ്ർ ഉദ്ദേശിക്കാതെ ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ ആ ദഅവത്ത് എന്തല്ല? സ്വഹീഹല്ല. അപ്പൊ ഇവിടെ അല ബസീറ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ഇൽമ എന്നതുകൊണ്ട് ഉദ്ദേശം ഇഖ്ലാസും കൂടിയിട്ടാണ്. അൽ ഇഖ്ലാസു വൽ ഇൽം. അപ്പൊ ദഅവത്തിന് ഏറ്റവും കൂടുതൽ ഫസാദാക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഇഖ്ലാസ് ഇല്ലായ്മ, അതുപോലെ ഇൽമില്ലായ്മ. ഇഖ്ലാസില്ലാതെ ദഅവത്ത് ചെയ്യുക, ഇൽമില്ലാതെ ദഅവത്ത് ചെയ്യുക എന്നുള്ളത് ദഅവത്തിന് ഏറ്റവും കൂടുതൽ ഫസാദാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇനി ഇൽമെന്ന് പറഞ്ഞാൽ ശർഈ ആയിട്ടുള്ള ഇൽമ് മാത്രമല്ല ഉദ്ദേശം. ശർഈ ആയ ഇൽമുണ്ടായിരിക്കണം. അതോടുകൂടി മദ്ഉ, അതായത് ദഅവത്ത് ചെയ്യപ്പെടുന്ന ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവൻ ഇൽമുണ്ടായിരിക്കണം. ആർക്കാണ് അവൻ ദഅവത്ത് ചെയ്യുന്നത്? ആ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അവരുടെ ഹാൽ എന്താണ്?
അതിനെ സംബന്ധിച്ചും അവന് ഇൽമുണ്ടായിരിക്കണം. വൽ ഇൽമു ബിഹാലിൽ മദ്ഉ, അതേപോലെ തന്നെ വൽ ഇൽം ബിസ്സബീൽ അൽ മുവസ്സിൽ ഇലൽ മഖ്സൂദ്, താൻ ഉദ്ദേശിച്ചുള്ള കാര്യത്തിലേക്ക് അവൻ എത്തിപ്പെടാനുള്ള വഴി, ആ വഴിയെക്കുറിച്ചും അവന് ഇൽമുണ്ടായിരിക്കണം. അതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. അതാണ് ഹിക്മത്ത്. ആ വഴിയിലേക്ക് അവൻ എത്തിച്ചേരാനുള്ള, തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണ്? അപ്പൊ ദഅവത്ത് ചെയ്യുന്ന സമയത്ത് ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കണം, തൗഹീദ് അവർക്ക് പ്രബോധനം ചെയ്യണം. അപ്പൊ തന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ താൻ സ്വീകരിക്കുന്ന വഴിയെക്കുറിച്ച്, താൻ സ്വീകരിക്കേണ്ട വഴിയെക്കുറിച്ച് അവന് ഇൽമുണ്ടായിരിക്കണം. താൻ ദഅവത്ത് ചെയ്യപ്പെടുന്ന ആ ഖൗം, ആ ജനങ്ങളെ സംബന്ധിച്ച് അവന് ഇൽമുണ്ടായിരിക്കണം, അവരുടെ ഹാലെന്താണെന്നുള്ളത്. അതോടൊപ്പം ശറഈ ആയിക്കൊണ്ടുള്ള ഇൽമും അവനുണ്ടായിരിക്കണം. ഇതാണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ശറഈ ആയിട്ടുള്ള ഇൽമ്, ദഅവത്ത് ചെയ്യപ്പെടുന്ന ജനങ്ങളുടെ ഹാലിനെ കുറിച്ചിട്ടുള്ള ഇൽമ്, അതേപോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ താൻ ചെയ്യേണ്ട, താൻ തിരഞ്ഞെടുക്കേണ്ട ആ മാർഗം, അതിനെക്കുറിച്ചിട്ടുള്ള ഇൽമ്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോ ദഅവത്തിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് ബസീറത്തോടുകൂടി, ഇൽമോടുകൂടി ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ദഅവത്തിന്റെ ഉസൂലിൽപ്പെട്ടതാണ് അള്ളാഹുവിലേക്കായിരിക്കണം ആ ദഅവത്ത്. വമിൻ ഉസൂലി ദഅവ ഉദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ആ ദഅവത്ത്, അള്ളാഹുവിലേക്കാണ് ആ ക്ഷണം. അവൻ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. വഹാദാ റദ്ദുൻ അലല്ലദീന യദ്ഉന അന്നാസ് ഇലൽ ഹിസ്ബിയ്യാത്ത്, ഹിസ്ബിയ്യത്തിലേക്കും സംഘടനകളിലേക്കും കക്ഷികളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ ജനങ്ങളെ ദഅവത്ത് ചെയ്യുന്നവർക്കുള്ള റദ്ദാണ് ഈ ആയത്ത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത്. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് ദഅവത്ത്. രണ്ടാമത്തേത് അലാ ബസീറ, ബസീറത്തോടുകൂടി, ഇൽമോടുകൂടി. അതാ റദ്ദുൻ അലാ ജമാഅത്തി തബ്ലീഗ്, ഇൽമില്ലാതെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള റദ്ദാണത്. അല്ലാഹു തആലയിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ് ദഅവത്തിന്റെ ഉസൂൽ, ദഅവത്തിന്റെ അസ്ല്, അടിസ്ഥാനം. വഹാദാ റദ്ദുൻ അലല്ലദീന യദ്ഉന അന്നാസ് ഇലൽ ഹിസ്ബിയ്യാത്ത് വദ്ദിമോക്രാത്തിയാത്ത് വൽ ഇന്തിഖാബാത്ത്, ജനാധിപത്യത്തിലേക്ക്, ഡെമോക്രസി, ഇലക്ഷൻ, അതിലേക്കൊക്കെ ജനങ്ങളെ ദഅവത്ത് ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് ഈ ആയത്ത്. അതേപോലെ തന്നെ വ്യക്തികളിലേക്ക്, സ്വന്തത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ്. അതേപോലെ കക്ഷികളിലേക്ക്, അല്ലാഹു അല്ലാത്ത ഏതൊന്നിലേക്കും ദഅവത്ത് ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് ഈ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് എങ്ങനെയായിരുന്നു? അല്ലാഹുവിലേക്കുള്ള ദഅവത്താണ്. ആരെങ്കിലും ഏതെങ്കിലും കക്ഷികളിലേക്കോ അല്ലെങ്കിൽ ചിന്തകളിലേക്കോ ഉള്ള ദഅവത്തല്ല. അതേപോലെ തന്നെ ബസീറത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തെ പിൻപറ്റിയവരുടെയും ദഅവത്ത്, ഇൽമോടുകൂടി. അതോടൊപ്പം തങ്ങൾ ക്ഷണിക്കപ്പെടുന്ന ആ ഖൗമിന്റെ ഹാൽ അറിഞ്ഞുകൊണ്ടുള്ള, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ദഅവത്ത്. ഇപ്പൊ ചില ആളുകൾ തീരെ ശ്രദ്ധിക്കാത്തൊരു ബാബാണ്, തങ്ങൾ വിളിക്കപ്പെടുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണ്. ചിലപ്പോ തൗഹീദിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ലാത്ത ആളുകളിലേക്കായിരിക്കും ഉലമാക്കൾക്കിടയിൽ ഖിലാഫിയായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടുവരിക തുടക്കത്തിൽ തന്നെ. അപ്പൊ അതെന്തല്ല, ബസീറത്തോടു കൂടിയുള്ള ദഅവത്തല്ല, ഹിക്മത്തോടു കൂടിയുള്ള ദഅവത്തല്ല. അപ്പൊ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം ദഅവത്തിന് മുമ്പായിക്കൊണ്ട്. അപ്പൊ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അതേപോലെ തന്നെ മദീനയിലുമൊക്കെ അദ്ദേഹം ദഅവത്ത് ചെയ്തിട്ടുള്ളത്? ഏറ്റവും ആദ്യമായിക്കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൗഹീദിലേക്കാണ് ദഅവത്ത് ചെയ്തത്. അതോടൊപ്പം അവിടെ അവർക്കിടയിൽ ധാരാളം തിന്മകൾ നിലനിന്നിരുന്നു, വൻപാപങ്ങൾ, സിന, അഥവാ വ്യഭിചാരം, അതുപോലെ തന്നെ മദ്യം, അതേപോലെയുള്ള ഒരുപാട് തിന്മകൾ നിലനിന്നിരുന്ന ഖൗമിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ ദഅവത്ത് കൊണ്ട് ചെന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ആ നാട്ടിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്, അവരുടെ ഹാൽ എന്താണ്, അപ്പൊ എങ്ങനെയാണ്, ഏത് വഴിയാണ്
തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സ്വീകരിക്കേണ്ടത് എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഇൽമോട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അദ്ദേഹത്തെ പിൻപറ്റിയവരും ദഅവത്ത് ചെയ്തിട്ടുള്ളത്. വഫീ ഹാദിഹിൽ ആയ ബയാനുൻ മാ ഹിയ ദഅവ അൽ ഹഖ്. അദ്ദഅവത്തുൽ ഹഖ്, എന്താണ് ഹഖായിട്ടുള്ള ദഅവത്ത് എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൽ അതിന്റെ ബയാനുണ്ട്. എന്താണ് ഹഖായിട്ടുള്ള ദഅവത്ത്? ഹഖായിട്ടുള്ള ദഅവത്ത് എന്ന് പറഞ്ഞാൽ അല്ലതി തദ്ഉ ഇലല്ലാഹി വഹ്ദ, അല്ലാഹുവിലേക്ക് മാത്രം വിളിക്കപ്പെടുന്ന ദഅവത്താണ്. രണ്ടാമത്തേത് അദ്ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അല്ലതി തദ്ഉ ഇലല്ലാഹി അലാ ഇൽമിൻ, ഇൽമിന്റെ മേലായിക്കൊണ്ട് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടുന്ന ദഅവത്താണ് അദ്ദഅവത്തുൽ ഹഖ്, ഹഖായിട്ടുള്ള ദഅവത്ത്. وهذه الدعوة هي دعوة أهل السنة والجماعة من زمن الصحابة إلى يومنا هذا إلى أن تقوم الساعة وهم لا يزالون هم الطائفة المنصورة الظاهرة على الحق. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത്. അല്ലാഹുവിലേക്ക് മാത്രം വിളിക്കപ്പെടുന്ന ദഅവത്ത്, അതും ഇൽമോട് കൂടി വിളിക്കപ്പെടുന്ന ദഅവത്ത്, അതാണ് ഹഖായിട്ടുള്ള ദഅവത്ത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത്. സഹാബത്തിന്റെ കാലം മുതൽ ഈ കാലം വരെയും അതേപോലെ ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്ന, ലാഹിറായിക്കൊണ്ട് നിലനിൽക്കുന്ന ദഅവത്ത്. ആ ദഅവത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ലോടുകൂടി അവന്റെ അനുമതിയോടുകൂടി സഹായിക്കപ്പെടുന്ന ദഅവത്ത്. അതേപോലെ തന്നെ അവരാണ് ത്വായിഫൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന വിഭാഗം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സഹായിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത്. طيب نكتفي بهذا القدر. سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. قال الإمام شيخ الإسلام محمد بن